ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം പറഞ്ഞ് ഇന്നിപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് 3-ാമത്തെ ദിവസമാണ്. നാളെയാണ് സർജറി. ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെ 7-ാം തീയതിയാണല്ലോ സർജറി എന്നും പറഞ്ഞിങ്ങനെ ഓരോ ദിവസം കഴിയുന്നോറും ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ നാളെയാണല്ലോ സർജറി എന്നുള്ളത്. ഇന്നലെ വീഡിയോ ഒക്കെ ഇട്ടതിൻ്റെ ശേഷം ചെറുതായിട്ടൊന്ന് ശ്വാസം മുട്ടലൊക്കെ കൂടി ഓക്സിജൻ ലെവലൊക്കെ ഒന്ന് ഡ്രോപ്പായി പോയി. ഇന്നലത്തെ ആ ഒരു കോംപ്ലിക്കേഷൻ കാരണം ഇന്നിപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഓൾറെഡി CPAP വെക്കാറുണ്ടായിരുന്നു മുമ്പ്. ഇപ്പം കുറച്ചായിട്ട് CPAP ഞാൻ വെക്കാറില്ല. കാരണം എനിക്ക് രാത്രി ഉറക്കം വളരെ കുറവാണ്. അപ്പോൾ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഞാൻ CPAP വെക്കാറില്ല. ഓക്സിജനിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഉറങ്ങുമ്പോൾ ആണല്ലോ റെസ്പിറേറ്ററി കുറച്ചും കൂടിയും നമുക്ക് പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് ഉറങ്ങാത്തതുകൊണ്ട് CPAP അധികം വെക്കാറില്ലായിരുന്നു. പൾമനോളജി ഡോക്ടറെ കാണാൻ വന്നപ്പം പറഞ്ഞു, ചെറുതായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് ലങ്സിൽ. അപ്പോൾ നമുക്ക് ഓക്സിജൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി കയറുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ശ്വാസം മുട്ടലും ലങ്സിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നാളെ സർജറിയും കൂടിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനും കൂടി പറഞ്ഞു. പിന്നെ CPAP എന്നുള്ളത് ചിലപ്പം BiPAP ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും സ്ഥിരമായിട്ട് ഇനിയിപ്പം സർജറി കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലൊക്കെ ഈ ഒരു CPAP ഓർ BiPAP നിർബന്ധമായി വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീനറീസ് ഐറ്റംസ് കുറച്ച് ഒഴിവാക്കുന്നത്. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് നമ്മൾ മെഷീനിലും ഓക്സിജൻ കോൺസെൻട്രേറ്ററിലൊക്കെ എടുക്കുന്ന ഓക്സിജന് ഈ ഹോസ്പിറ്റലിൽ വന്ന് എടുക്കുമ്പോൾ അത് രണ്ടും ഭയങ്കരമായിട്ട് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം മെഷീനിൽ കിട്ടുന്ന ഓക്സിജൻ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്ന പ്യുവർ ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഭയങ്കര ഡിഫറൻസ് ആകും. അപ്പോൾ ആ സമയത്തും നമുക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ ഇൻഹേലേഴ്സ് എടുക്കാറുണ്ടായിരുന്നു. ഇൻഹേലേഴ്സ് ഞാൻ മാക്സിമം ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇൻഹേലേഴ്സ് ഡെയിലി 2 പഫ് വെച്ച് 2 നേരം എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഇൻഹേലർ ചുമ വന്നിട്ട് ശ്വാസം മുട്ടൽ കൂടുമ്പോൾ മാത്രമേ അടിക്കാറുള്ളൂ. അപ്പോൾ അതും ഞാൻ കുറച്ചൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെതായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു. പക്ഷേ അതും പറ്റൂല, എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് നിർബന്ധമായിട്ട് നമുക്കത് ചെയ്യാം ഇൻഷാ അല്ലാ. ഇന്നലത്തെ കാട്ടി കുറച്ചൊരു ടെൻഷനൊക്കെ എനിക്കിന്ന് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മളിങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടെയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ള ഒരാൾ എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഇങ്ങനെ എക്കാനെക്കുറിച്ച് ആലോചിക്കായിരുന്നു. എക്കാനെക്കുറിച്ച് പൊക്കി പറയുന്നൊന്നുമല്ല കേട്ടോ. എനിക്ക് എക്കാനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല. കാരണം അത്രക്കും ഉണ്ട്. ഇതുപോലെയൊക്കെയുള്ള ഹസ്ബൻഡിനെ എല്ലാവർക്കും കിട്ടുമെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ടായിരുന്നു. കാരണം ഇത്രയും സ്ട്രഗ്ലിങ്സിലും ജോലിക്ക് പോലും പോകാൻ പറ്റാണ്ട് എൻ്റെ കൂടെ തന്നെ എന്നെ നോക്കി മക്കളെയും നോക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തലയിൽ കൊണ്ട് നടന്നിട്ട് എന്താ പറയുക, ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മളെ മുമ്പിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും ഇടയ്ക്കൊക്കെ അത്ഭുതം തോന്നാറുണ്ട്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ മാക്സിമം ഹാപ്പി ആയിട്ട് കാണിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ആ ഒരു ടെൻഷൻ കൂടുതലായിട്ടും പുറത്ത് കാണിക്കാണ്ടിരിക്കേണ്ടി വരുന്നത്. എന്നാൽ പോലും ചിരിച്ചും കളിച്ചിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ലൈഫുണ്ടോ? എൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ലൈഫുണ്ടോ? നമുക്ക് ഇത്രയും അസുഖങ്ങളും കാര്യങ്ങളും നമ്മളുടേതായ ടെൻഷനും ഡിപ്രഷനും പിന്നെ കുറേ വരുന്ന വേദനകൾ, അതിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷനിൽ നമ്മൾ നിൽക്കുമ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? മീൻസ് അവരെന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, അവരെങ്ങനെയായിരിക്കും ഓരോ ദിവസവും കഴിഞ്ഞ് പോകുന്നുണ്ടാവുക. അപ്പോൾ ഡോക്ടർമാരൊക്കെ മുഖത്തോട് നോക്കിയിട്ട് നിങ്ങളുടെ വൈഫ് ഇന്ന അവസ്ഥയിൽ ചിലപ്പോൾ മരണപ്പെടാം എന്ന് പറയുമ്പോൾ നാളെ നമ്മളില്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും അത് സർവൈവ് ചെയ്യാം? തീർച്ചയായിട്ടും സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ മക്കളുണ്ട് എന്നുള്ളൊരു ചിന്ത ശരിക്കും പറഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ മക്കൾ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്, ഒരു പരിധി വരെ അല്ലേ. എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിലും കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ എൻ്റെ ആങ്ങളെ കുറിച്ചിട്ടും എൻ്റെ അനിയത്തിനെ കുറിച്ചിട്ടും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് ജീവിക്കുക, അവരെക്കൊണ്ട് എങ്ങനെ താങ്ങാൻ പറ്റും, അവരെങ്ങനെ കരയാണ്ടും ഓരോ ദിവസങ്ങൾ അവരെങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ
അപ്പോൾ ഞാൻ അതേപോലെ ആലോചിക്കുന്നൊരു കാര്യമാണ്, നമ്മളെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നമ്മളെ ബ്രദർ ആയിക്കോട്ടെ, നമ്മളെ സിസ്റ്റർ ആയിക്കോട്ടെ, എന്നാലും നമ്മളെ അടുത്ത് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുണ്ടാവുന്നത് നമ്മളെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയുക, അവർക്ക് എങ്ങനെയാണ് ഓരോ ദിവസങ്ങളും കഴിഞ്ഞ് പോകുന്നുണ്ടാവുക, അവരെങ്ങനെയാണ് ഇതൊക്കെ തരണം ചെയ്യുന്നത്, പിടിച്ച് നിൽക്കുന്നത് അല്ലേ. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കിട്ടിയൊരു ബ്ലെസ്സിങ്ങാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി. ഭയങ്കര ബ്ലെസ്ഡാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള എല്ലാ സ്പേസും തന്നിട്ട്, എൻ്റേതായിട്ടുള്ള ഫ്രീഡം തന്നിട്ട്, എന്ത് വേണേലും നല്ല രീതിയിൽ ചെയ്യാനുള്ള സപ്പോർട്ടിങ്, ഇത്രയും വയ്യായ്മയെ പോലും ചിരിച്ച് കളിച്ച് കൂടെ നിൽക്കാൻ പറ്റുന്നത്, അതൊക്കെ ശരിക്കും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം ഞാൻ ചിന്തിക്കും, ഒരു ആണിന് എത്ര കാലം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ അവരുടെ ഭാര്യയും മക്കളെയും നോക്കി ജോലിക്ക് പോകൊണ്ടിരിക്കാൻ പറ്റും. ഞാൻ വീഡിയോസ് ചെയ്തതിനെ തുടർന്നിട്ട് തന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ചെവിൻ്റെ കേൾവി പോയപ്പോഴത്തേക്കും ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി, കുഞ്ഞിന് സുഖമില്ലാണ്ടായപ്പോഴത്തേക്കും ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. എൻ്റെ അടുത്താണെങ്കിലും ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടെ. എൻ്റെ ഹസ്ബൻഡ് ഒരു പെട്രോ കെമിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. കുവൈറ്റിലും ഖത്തറിലും അതേപോലെ ബോംബെയിലും ഓഫ് ഷോറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം എന്നെ കല്യാണം കഴിച്ചതിൻ്റെ ശേഷമാണ് ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ പറ്റാണ്ടായതൊക്കെ. കാരണം എൻ്റെ അസുഖങ്ങളും എന്നെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയത്. എന്നാലും നാട്ടിൽ നിന്ന് പറ്റുന്ന ജോലികളൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് അസുഖം വന്നതിൻ്റെ ശേഷം നമ്മളെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഞാനും അത്യാവശ്യം ജോലിക്ക് പോകാറുണ്ട്, ഹസ്ബൻഡ് ജോലിക്ക് പോകാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നടന്നുകൊണ്ട് വന്നത്. പിന്നെ നമ്മൾക്ക് ഒരിക്കലും ജോലിക്ക് പോയി ഉണ്ടാക്കാൻ പറ്റാത്തത്രയും ഫണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആവശ്യം വന്നതുകൊണ്ടും മെഡിസിൻ ആവശ്യം വന്നതൊക്കെ കൊണ്ടാണ് പിന്നെ നമുക്ക് ഓരോ ചാരിറ്റിക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നത്, ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചോദിക്കേണ്ടി വന്നത്. അപ്പം ഒരുപാട് ആൾക്കാരെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണെങ്കിലൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബിലുള്ള ഏർണിങ്സ് ഉണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇടയ്ക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് അതിനും പറ്റാത്ത അവസ്ഥയായി. അപ്പം അങ്ങനെയൊക്കെ ഹസ്ബൻഡിന് എന്നെ വിട്ടിട്ട് എവിടെയും പോയി ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയല്ലോ. അപ്പം നമ്മൾ ഒറ്റക്കാണ്. എൻ്റെ ഉമ്മാക്ക് സുഖമില്ലാണ്ടായ ആ ടൈമിലാണ് ഹസ്ബൻഡ് പിന്നെ ഷട്ട് ഡൗൺ വർക്കിന് പോകുന്നത്. അപ്പോൾ ഷട്ട് ഡൗൺ വർക്ക് എന്ന് പറയുന്നത് 3 മാസം, അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം ലീവായിരിക്കും, പിന്നെ ഒരു 3 മാസം അങ്ങനെയാണ്. അപ്പം ആ ഒരു ടൈമിൽ പോയപ്പോൾ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു. പിന്നെ എൻ്റെ ചെവിൻ്റെ കേൾവി പോയി, എനിക്ക് സുഖമില്ലാണ്ടൊക്കെ ആയി. പിന്നെ എന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാനൊക്കെ ആരുമില്ലാത്തൊക്കെ കാരണം അവിടുന്ന് പിന്നെ ആ ഒരു 1 മന്ത് മാത്രം ജോലി ചെയ്തിട്ട് വരണ്ടൊക്കെ വന്നു. അതിന് ശേഷം പിന്നെ എവിടെയും പോകാൻ പറ്റിയില്ല ജോലിക്ക്. ഇപ്പോഴും ജോലിയൊക്കെ ചെയ്യാൻ തയ്യാറാണ്, എന്നാൽ പോലും എൻ്റെ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ആൾക്കാർക്കും പല അസുഖങ്ങളൊക്കെ ആയിട്ടും ചില ആൾക്കാർക്ക് അസുഖങ്ങളല്ലാണ്ട് വേറെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾ അവരെങ്ങനെയാണെന്ന് കൂടിയും ഒന്ന് ആലോചിക്കണം. അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരെന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ മാത്രമല്ല സഫർ ചെയ്യുന്നത്, അവരും സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സഫർ ചെയ്യുമ്പം നമ്മളെ കൂടെ സഫർ ചെയ്യുന്ന ഒരു ആളും കൂടിയാണ് നമ്മളെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണർ, നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഹാപ്പിനെസ്സാണ് അവരുടെ ഹാപ്പിനെസ്. എൻ്റെ ലൈഫിൽ എൻ്റെ ഹസ്ബൻഡ് വന്നതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് വേറൊരു നേട്ടമില്ല. എന്നെ നോക്കണം, മക്കളെ കെയർ ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അറ്റ്ലീസ്റ്റ് കാർ ഓടിക്കുന്നത് പോലും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും തിരിച്ചു വരാനാണ്. ഒന്ന് പുറത്ത് പോലും ഇറങ്ങിയിട്ട് നോർമലി ആണുങ്ങൾ അത്യാവശ്യം പുറത്ത് പോകുന്നതും അത്യാവശ്യം ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉള്ള ആൾക്കാരാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ നാട്ടിലാണ്. അപ്പം ഇവിടെ അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒതുങ്ങി നമ്മളെ കാര്യങ്ങൾ മാത്രം നോക്കി ഒരു ദിവസം അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയ ഒരാളാണ്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ചില സമയത്തൊക്കെ അവരുടെ ഫ്രസ്ട്രേഷൻ എന്തോ ആയിരിക്കും എന്നുള്ളത്. ചില സമയത്ത് കാണിക്കുന്ന ചില ദേഷ്യങ്ങളൊക്കെ മേ ബി ആ ഒരു അവസ്ഥ കൊണ്ട് വരുന്നതാണെന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം. അതിലിനി കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് എനിക്കറിയില്ല, കാരണം അത്രത്തോളം പറയാനുണ്ട്, പറഞ്ഞാൽ തീരില്ല. അപ്പം അതവിടെ നിൽക്കട്ടെ. ഇനിയും ഒരുപാട് കാലങ്ങൾ കൂടെ ജീവിക്കാനും
എല്ലാ പ്രതിസന്ധികളും മറികടക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റട്ടെ എന്നാണ് ഇപ്പോഴും ഞാൻ ദുആ ചെയ്യുന്നത്. ആ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ ഇന്നിപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് എനർജി ബ്യൂട്ടി ബാർ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. ഈ ഒരു മെഷീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് അത്യാവശ്യം ഇൻസ്ട്രക്ഷൻ്റെ ഒരു കിറ്റുണ്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് കവർ വരുന്നത് ഇതിൻ്റെ ബാറ്ററി വരുന്നതാണ്. നിങ്ങളിത് ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മെഷീന് ഉണ്ടാവും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഫേസ് മസാജ് റോളറാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഫേസ് മസാജ് റോളറായിട്ട് മാത്രമല്ല, നമ്മൾക്ക് വരുന്ന ചില പ്രഷേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു പ്രഷറൊക്കെ കുറക്കാനും തലവേദന ഒക്കെ വരുമ്പോൾ തലവേദന കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ്. യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ താഴെ ഒരു ഓണും ഓഫും ബട്ടൺ ഉണ്ട്. അപ്പം അത് ഓണിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു വൈബ്രേഷൻ വരും. അപ്പം നമുക്ക് തലവേദന ഒക്കെ വരുവാണെങ്കിൽ ഈ ഒരു റോളർ വെച്ച് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ പ്രഷർ പോയിൻ്റ് ഇല്ലേ, ആ ഒരു പ്രഷർ പോയിന്റിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഹീലാവും ആ ഒരു തലവേദനയൊക്കെ. ഇതിനെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. 350 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ കൂടെ നമുക്ക് കോംബോ ആയിട്ട് വേറെ കുറച്ച് പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. കാരണം ഇതൊരു മസാജർ ആയതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് തലയിൽ മാത്രമല്ല, നമുക്കിപ്പം പ്രഷർ പോയിൻറ്റ്സ് ഉള്ള എവിടെ വേണമെങ്കിലും, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗത്ത്, ഈ ചിന്നിൻ്റെ ഭാഗത്തൊക്കെ പ്രഷർ പോയിൻറ്റ്സ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സംഭവം വെച്ച് ഇങ്ങനെ കുറച്ച് നേരം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ് ആയിരിക്കും. അതേപോലെ ഈ തലവേദന എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു പ്രഷർ പോയിൻറ്റിലും ഈ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രഷർ പോയിന്റിലും കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും. പിന്നെ ഇത് ഈ പല്ലിന് ക്ലിപ്പിട്ട ആൾക്കാരൊന്നും യൂസ് ചെയ്യരുത്. പല്ലിന് ക്ലിപ്പിട്ട ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ വരാനും ആ ഒരു ഭാഗത്ത് നീർക്കെട്ട് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊന്നും യൂസ് ചെയ്യരുത്. പിന്നെ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന സമയത്തും ഇതുപോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. പ്രഷർ നമ്മളുടെ ആ ഒരു ഹിയറിംഗ് എയ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ നമ്മുടെ ചെവിയിലേക്കും കൂടി നല്ലപോലെ വരും. അപ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെഷീൻ നമുക്ക് അത്യാവശ്യം തലവേദന ഒക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് റിലാക്സ് ആവാനും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മസാജ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് തോന്നി. തലവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രഷർ പോയിൻറ്റ്സിൽ അമർത്തി വെക്കുന്ന സമയത്ത് നല്ല റിലാക്സേഷൻ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം കാണിച്ചു തന്നത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇതൊക്കെയുള്ളൂ. നോക്കിയിട്ട് ഒരു 8 o'clockൻ്റെയും 9 o'clockൻ്റെ ഇടയിൽ ലൈവ് വരാൻ നോക്കാം. ഉറപ്പ് പറയുന്നില്ല. എല്ലാവരും ദുആ ചെയ്യുക. നാളെ സർജറിയാണ്. പിന്നെ ഇതുവരെ ബാക്കിയുള്ള ഫണ്ട് കിട്ടിയിട്ടില്ല. അപ്പം അതും കൂടിയും എങ്ങനെയെങ്കിലും പടച്ചോനെ എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആയിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അഥവാ ഇന്ന് ലൈവിൽ വന്നില്ലെങ്കിൽ നാളെ സർജറിക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.